വർഷം 1938. ബ്രിട്ടീഷ് ഭരണകാലം. അന്ന് മൂന്നാറിനോട് ചേർന്ന് കിടക്കുന്ന മറയൂരിലെ അതിർത്തി ഗ്രാമങ്ങൾ ഇന്നത്തെ പോലെ ആയിരുന്നില്ല. പകൽ സമയത്ത് പോലും കോടമഞ്ഞ് മൂടിക്കിടക്കുന്ന കരിമ്പാറക്കെട്ടുകൾ നിറഞ്ഞ നിബിഡ വനങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ചോളക്കാടുകളെന്ന് വിളിക്കുന്ന ഈ പ്രദേശങ്ങൾ ആ ഗ്രാമത്തെ എപ്പോഴും ഒരു നിഗൂഢതയുടെ പുതപ്പണിയിച്ചിരുന്നു. അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് കാട് എന്നത് അവരുടെ ജീവന്റെയും ജീവിതത്തിൻ്റെയും ഭാഗമായിരുന്നു. തണുപ്പ് കറ്റാൻ വിറതി ശേഖരിക്കാനും കാട്ടുതേനെടുക്കാനും കന്നുകാലികളെ മേയ്ക്കാനും അവർക്ക് ആ വന്യമായ കാടിനെ ആശ്രയിക്കാതെ മറ്റു വഴികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ കാട്ടിലേക്ക് പോകുന്ന ഓരോ ദിവസവും അവർ തങ്ങളുടെ ജീവൻ പണയം വെച്ചാണ് യാത്ര ചെയ്തിരുന്നത്. കാട്ടിൽ കടുവയും പുള്ളിപ്പുലിയും കാട്ടാനകളുമൊക്കെ ധാരാളമുണ്ടെങ്കിലും ഗ്രാമീണർക്ക് അവയെ അത്ര വലിയ ഭയമില്ലായിരുന്നു. കാരണം കടുവകളും പുലികളും വിശപ്പില്ലാത്ത സമയത്ത് മനുഷ്യരെ കണ്ടാൽ സാധാരണയായി ഒഴിഞ്ഞു മാറാറാണ് പതിവ്. എന്നാൽ ആ കാട്ടിൽ ഗ്രാമീണർ ഏറ്റവും കൂടുതൽ ഭയന്നിരുന്നത് തികച്ചും വ്യത്യസ്തനായ മറ്റൊരു മൃഗത്തെയാണ്. ഇരുട്ടിൻ്റെ മറപറ്റി സഞ്ചരിക്കുന്ന കറുകറുത്ത രോമങ്ങൾ നിറഞ്ഞ ഭീമാകാരന്മാരായ തേൻ കരടികളെ. കരടികൾ കടുവകളെ പോലെയല്ല. അവ മനുഷ്യരെ ആക്രമിക്കുന്നത് ഇരയാക്കാൻ വേണ്ടിയോ വിശപ്പ് മാറ്റാൻ വേണ്ടിയോ അല്ല, മറിച്ച് തികഞ്ഞ ക്രോധം കൊണ്ടാണ്. മനുഷ്യൻ്റെ ഗന്ധമടിച്ചാൽ മതി, യാതൊരു പ്രകോപനവുമില്ലാതെ ഈ മൃഗങ്ങൾക്ക് വല്ലാത്തൊരു ഭ്രാന്ത് പിടിക്കും. പിൻകാലുകളിൽ എഴുന്നേറ്റ് നിന്ന് ഉച്ചത്തിൽ ഭയാനകമായി അലറിക്കൊണ്ട് അവ നേരെ മനുഷ്യരുടെ അടുത്തേക്ക് പാഞ്ഞെടുക്കും. മനുഷ്യൻ്റെ മുഖവും തലയും ലക്ഷ്യമാക്കിയാണ് അവ എപ്പോഴും ആക്രമിക്കുക. അവയുടെ നീളൻ നഖങ്ങൾ ഇരുമ്പടികൾ പോലെ കരുത്തുള്ളതാണ്. ആ നഖങ്ങൾ കൊണ്ട് ഒറ്റ വീശലിന് ഒരു മനുഷ്യൻ്റെ മുഖം പൂർണ്ണമായും പിച്ചു ചീന്താൻ അവയ്ക്ക് കഴിയും. അങ്ങനെയൊരു രാക്ഷസനായ കരടിയാണ് ആ ചോലക്കാടുകളിൽ അന്നിറങ്ങിയത്. നവംബർ മാസത്തിലെ കൊടും തണുപ്പുള്ള ഒരു പുലർച്ചെ. ഗ്രാമത്തിലെ കാളിയപ്പൻ എന്നൊരാൾ പതിവ് പോലെ വിറക് ശേഖരിക്കാനായി കാട്ടിലേക്കിറങ്ങി. അന്ന് രാവിലെ നല്ല മഞ്ഞുണ്ടായിരുന്നു. തണുത്ത കാറ്റ് വീശുമ്പോൾ മരച്ചില്ലകളിൽ നിന്നും മഞ്ഞുതുള്ളികൾ ഇറ്റുവീഴുന്ന ശബ്ദമല്ലാതെ മറ്റൊരു ശബ്ദവും ആ കാട്ടിൽ അപ്പോൾ ഉണ്ടായിരുന്നില്ല. തൻ്റെ കയ്യിലുള്ള പഴയൊരു വാക്കത്തിയും പിടിച്ച് അയാൾ പതിവ് പാതയിലൂടെ നടന്നു. സാധാരണ പോകുന്നതിലും കുറച്ചുകൂടി കാടിൻ്റെ ഉള്ളിലേക്കാണ് അന്ന് കാളിയപ്പൻ പോയത്. ഉണങ്ങിയ വിറകുകൾ കൂടുതലായി കിട്ടുക അവിടെ നിന്നാണ്. ഏകദേശം 1 മണിക്കൂർ നടന്നപ്പോൾ അയാൾ വലിയൊരു പേരാൽ മരത്തിന് ചുവട്ടിലെത്തിച്ചേർന്നു. അവിടെ ധാരാളം ഉണങ്ങിയ ചുള്ളിക്കമ്പുകൾ വീണുകിടപ്പുണ്ടായിരുന്നു. അയാൾ തൻ്റെ പണി തുടങ്ങി. മരക്കമ്പുകൾ ഒടിക്കുന്ന ശബ്ദം ആ കാടിൻ്റെ നിശബ്ദതയിൽ വളരെ വ്യക്തമായി കേൾക്കാമായിരുന്നു. പെട്ടെന്നാണ് കാളിയപ്പന് ഒരു കാര്യം മനസ്സിലായത്. കാട്ടിലെ പക്ഷികളുടെ ശബ്ദങ്ങളെല്ലാം പെട്ടെന്ന് നിലച്ചിരിക്കുന്നു. വല്ലാത്തൊരു ഭയാനകമായ നിശബ്ദത ആ പ്രദേശത്ത് നിറഞ്ഞു നിന്നു. വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുള്ളപ്പോഴാണ് സാധാരണ കാട് ഇങ്ങനെ നിശബ്ദമാകുക. അയാളുടെ നെഞ്ചിടിപ്പ് വേഗത്തിലായി. പെട്ടെന്നാണ് കാളിയപ്പന് പിന്നിലെ കുറ്റിക്കാടുകൾക്കിടയിൽ നിന്ന് എന്തോ ഒന്ന് ചലിക്കുന്ന ശബ്ദം കേട്ടത്. ഉണങ്ങിയ ഇലകൾ ഞെരിഞ്ഞമരുന്ന ശബ്ദം. കാളിയപ്പൻ തൻ്റെ കയ്യിലെ വിറക് കെട്ട് താഴെയിട്ട് പതുക്കെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. ആ കാഴ്ച കണ്ട് അയാളുടെ ശ്വാസം നിലച്ചുപോയി. 10 അടി മാത്രം അകലെ കുറ്റിക്കാടിൻ്റെ ഇരുട്ടിൽ നിന്ന് 2 മഞ്ഞക്കണ്ണുകൾ അയാളെ തുറച്ചു നോക്കുന്നുണ്ടായിരുന്നു. കാളിയപ്പൻ എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നതിന് മുൻപ് തന്നെ കാടിനെ ഒന്നാകെ നടുക്കിക്കൊണ്ട് ഹൃദയം പിളർക്കുന്ന ഒരു ഗർജനം അവിടെ മുഴങ്ങി. സെക്കൻഡുകൾക്കുള്ളിൽ ആ കൂറ്റൻ കറുത്ത രൂപം കുറ്റിക്കാടുകൾ വകഞ്ഞു മാറ്റി കാളിയപ്പൻ്റെ മേലേക്ക് പാഞ്ഞെടുത്തു. അവനൊന്ന് നിലവിളിക്കാൻ പോലുമുള്ള സമയം ആ രാക്ഷസൻ കൊടുത്തില്ല. ജീവന് വേണ്ടിയുള്ള കാളിയപ്പൻ്റെ അവസാനത്തെ അലർച്ച ആ ചോലക്കാടുകളിൽ മുരണി കേട്ടു. പിന്നെ കാട് പഴയതുപോലെ നിശബ്ദമായി. വൈകുന്നേരമായിട്ടും കാളിയപ്പൻ തിരികെ വരാത്തതിനെ തുടർന്ന് ഗ്രാമത്തിൽ പരിഭ്രാന്തി പടർന്നു. നേരം ഇരുട്ടിയതോടെ ഗ്രാമീണർ തീപ്പന്തങ്ങളും വടികളുമായി കാട്ടിലേക്ക് തിരിച്ചു. കാളിയപ്പൻ എപ്പോഴും പോകാറുള്ള വഴിയിലൂടെ അവർ ഉറക്കെ വിളിച്ച് അന്വേഷിച്ചു നടന്നു. രാത്രിയിലെ ആ തിരച്ചിലിനൊടുവിൽ പേരാൽ മരത്തിന് ചുവട്ടിലെത്തിയ അവർ കണ്ട കാഴ്ച അവരുടെ ചോര മരവിപ്പിക്കുന്നതായിരുന്നു. കാളിയപ്പൻ്റെ വിറകുകെട്ടിനടുത്തായി പച്ചമണ്ണിൽ രക്തം തളം കെട്ടി നിൽക്കുന്നു. തീപ്പന്തത്തിൻ്റെ വെളിച്ചത്തിൽ അവർ അത് കണ്ടു. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന കാളിയപ്പൻ്റെ ശരീരം. ആ കാഴ്ച കണ്ട പലർക്കും അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. അവൻ്റെ മുഖം
ആ മൃഗം പൂർണ്ണമായും പിച്ചി ചീന്തിയിരുന്നു. ആഴത്തിലുള്ള നഖപ്പാടുകൾ അവൻ്റെ നെഞ്ചിലും കഴുത്തിലുമാകെ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. വസ്ത്രങ്ങളെല്ലാം കീറിപ്പറിഞ്ഞ നിലയിലായിരുന്നു. കാളിയപ്പൻ്റെ ജീവനില്ലാത്ത ശരീരം കണ്ട ഗ്രാമീണർ ഭയം കൊണ്ട് വിറച്ചു. ഇതൊരു കടുവയോ പുലിയോ ചെയ്തതല്ല എന്ന് ഗ്രാമത്തിലെ മുതിർന്ന വേട്ടക്കാർക്ക് ഒറ്റനോട്ടത്തിൽ തന്നെ മനസ്സിലായി. ഇരയെ ഭക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു ആക്രമണമായിരുന്നില്ല അത്. തികഞ്ഞ പകയോടെയുള്ള ഒരു കൊലപാതകം. ആ ചോലക്കാടുകളിൽ ഒരു നരഭോജി കരടി ഇറങ്ങിയിരിക്കുന്നു എന്ന ഭയാനകമായ സത്യം അവർ തിരിച്ചറിഞ്ഞു. എന്നാൽ അതൊരു തുടക്കം മാത്രമായിരുന്നു എന്ന് അവർ അറിഞ്ഞിരുന്നില്ല. ചോരയുടെ രുചിയറിഞ്ഞ ആ രാക്ഷസന്റെ ക്രോധം കാളിയപ്പനിൽ മാത്രം അവസാനിക്കാൻ പോകുന്നില്ലായിരുന്നു. ആ രാത്രി കാളിയപ്പൻ്റെ ശരീരവുമായി ഗ്രാമത്തിലേക്ക് മടങ്ങുമ്പോൾ ഇരുട്ടിൻ്റെ മറവിൽ എവിടെയോ ഇരുന്ന് ആ കൊലയാളി തങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് ഓരോ ഗ്രാമീണനും തോന്നിയിരുന്നു. ആ ഗ്രാമത്തിൻ്റെ സമാധാനം അവിടെ വെച്ച് അവസാനിക്കുകയായിരുന്നു. കാളിയപ്പൻ്റെ ദാരുണമായ മരണം ആ ഗ്രാമത്തെ ഒന്നാകെ ഭയത്തിൻ്റെ പടുകുഴിയിലേക്ക് തള്ളിയിട്ടു. പിറ്റേന്ന് നടന്ന അവൻ്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ഓരോരുത്തരുടെയും മുഖത്ത് വല്ലാത്തൊരു നിസ്സഹായത ഉണ്ടായിരുന്നു. തലമുറകളായി കാടിനെ ആശ്രയിച്ച് ജീവിച്ചവരാണവർ. പക്ഷേ ഇപ്പോൾ ആ കാടിൻ്റെ അതിർത്തിയിലേക്ക് നോക്കാൻ പോലും അവർക്ക് ഭയമാണ്. ആ ചോലക്കാടുകൾക്കുള്ളിൽ മറഞ്ഞിരിക്കുന്ന മരണം ഏതു നിമിഷവും തങ്ങളെ തേടി വരുമെന്ന് അവർ വിശ്വസിച്ചു. വിറക് ശേഖരിക്കാനും തേനെടുക്കാനും ആരും കാട്ടിലേക്ക് പോകാതായി. ഗ്രാമത്തിലെ ജീവിതം ഒരുവിധത്തിൽ സ്തംഭിച്ച അവസ്ഥയിലായി. പക്ഷേ പട്ടിണി ഭയത്തേക്കാൾ വലുതാണല്ലോ. കാട്ടിൽ പോയില്ലെങ്കിൽ പല വീടുകളിലും അടുപ്പ് പുകയില്ല. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. കാളിയപ്പൻ മരിച്ച് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഗ്രാമത്തിലെ ചെറുപ്പക്കാരനായ കണ്ണൻ കാട്ടിലേക്ക് പോകാൻ നിർബന്ധിതനായി. കാടിൻ്റെ അതിർത്തിയിലുള്ള ഒരു അരുവിയിൽ നിന്നും വെള്ളം കൊണ്ടുവരിക, ഒപ്പം കുറച്ച് ചുള്ളിക്കമ്പുകൾ ശേഖരിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. പകൽ സമയം. നല്ല വെളിച്ചമുള്ളപ്പോൾ വേഗം പോയി മടങ്ങാം എന്നായിരുന്നു അവൻ്റെ കണക്കുകൂട്ടൽ. കൂട്ടിന് സ്വന്തം വളർത്തു നായയുമുണ്ട്. വലിയ അപകടം വരില്ലെന്ന് അവൻ വിശ്വസിച്ചു. സൂര്യൻ നെറുകയിൽ നിൽക്കുന്ന ഉച്ചസമയം. കണ്ണൻ അരുവിക്കരയിലെത്തി വെള്ളം ശേഖരിക്കുകയായിരുന്നു. കാട് തികച്ചും ശാന്തമാണ്. അവൻ്റെ വളർത്തുനായ അരുവിക്കരയിലെ കുറ്റിക്കാടുകൾക്കിടയിൽ എന്തോ മണം പിടിച്ച് നടക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് ആ നായ ഉച്ചത്തിൽ കുരയ്ക്കാൻ തുടങ്ങിയത്. കാടിൻ്റെ നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ടുള്ള ആ കുര കേട്ട് കണ്ണൻ ഞെട്ടിത്തിരിഞ്ഞു. കുറ്റിക്കാടിനുള്ളിലേക്ക് നോക്കി നിർത്താതെ കുരയ്ക്കുന്ന നായ പെട്ടെന്ന് വാലാട്ടി ഭയന്ന് പിന്മാറുന്നത് അവൻ കണ്ടു. എന്തോ വലിയൊരു അപകടം അടുത്തുണ്ടെന്ന് അവന് മനസ്സിലായി. പെട്ടെന്ന് ആ കുറ്റിക്കാടുകൾ വലിയ ശബ്ദത്തോടെ വകഞ്ഞു മാറ്റപ്പെട്ടു. കാളിയപ്പനെ കൊന്ന അതേ രാക്ഷസൻ. ഭീമാകാരനായ ആ കരിങ്കരടി അവിടെ നിൽപ്പിലുണ്ടായിരുന്നു. അതിനെ കണ്ടതും കണ്ണൻ്റെ നായ പേടിച്ച് ജീവനും കൊണ്ട് ഓടിമറഞ്ഞു. കണ്ണൻ അവിടെ തരിച്ചു നിന്നുപോയി. ഓടാൻ ശ്രമിക്കുന്നതിന് മുൻപ് തന്നെ ആ കരടി പിൻകാലുകളിൽ എഴുന്നേറ്റു. ഏകദേശം 7 അടിയോളം ഉയരം അതിനുണ്ടായിരുന്നു. അതിൻ്റെ വായിൽ നിന്നും ഉമിനീർ ഇറ്റുവീഴുന്നുണ്ടായിരുന്നു. മനുഷ്യൻ്റെ ഗന്ധം ആ മൃഗത്തെ വീണ്ടും ഭ്രാന്തു പിടിപ്പിച്ചു കഴിഞ്ഞിരുന്നു. കണ്ണൻ പ്രാണരക്ഷാർത്ഥം തിരിഞ്ഞോടാൻ ശ്രമിച്ചു. പക്ഷേ പാറക്കെട്ടുകൾ നിറഞ്ഞ ആ പ്രദേശത്ത് അവന് വേഗത്തിൽ ഓടാൻ കഴിഞ്ഞില്ല. ഒരു കാട്ടുപോത്തിനെ പോലെ കുതിച്ചുപാഞ്ഞ കരടി ഒറ്റ കുതിപ്പിന് കണ്ണൻ്റെ മേലേക്ക് ചാടി വീണു. അവൻ്റെ പുറത്തേക്ക് ആ ഭാരമേറിയ ശരീരം വീണതും കണ്ണൻ പാറക്കെട്ടിലേക്ക് മുഖമടിച്ചു വീണു. തുടർന്നു നടന്നത് ഹൃദയം പിളർക്കുന്ന ക്രൂരതയായിരുന്നു. ഇരയുടെ ജീവൻ പോകുന്നതുവരെ ആ മൃഗം തൻ്റെ ഇരുമ്പ് പോലെയുള്ള നഖങ്ങൾ കൊണ്ട് അവനെ ആക്രമിച്ചുകൊണ്ടിരുന്നു. രണ്ടാമത്തെ ഇരയെയും കൊലപ്പെടുത്തിയ ശേഷം ആ കരടി വീണ്ടും കാടിൻ്റെ ഇരുട്ടിലേക്ക് മറഞ്ഞു. വൈകുന്നേരമായിട്ടും കണ്ണനെ കാണാതായപ്പോൾ ഗ്രാമീണർക്ക് കാര്യം മനസ്സിലായി. അവർ കൂട്ടമായി ചെന്ന് നോക്കുമ്പോൾ അരുവിക്കരയിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന കണ്ണനെയാണ് കണ്ടത്. തുടർച്ചയായ ഈ 2ാമത്തെ മരണം ഗ്രാമത്തെ അക്ഷരാർത്ഥത്തിൽ മരവിപ്പിച്ചു. ഇനി തങ്ങൾ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഈ രാക്ഷസനെ തടയാൻ കഴിയില്ലെന്ന് അവർക്കുറപ്പായി. സാധാരണ തോക്കുകൾ കൊണ്ടോ കുന്തങ്ങൾ കൊണ്ടോ ഇതിനെ നേരിടാൻ കഴിയില്ല. കാടിൻ്റെ ഓരോ മിടിപ്പും അറിയാവുന്ന, വന്യമൃഗങ്ങളുടെ മനസ്സ് വായിക്കാൻ കഴിയുന്ന ഒരാൾ അവിടെ വരേണ്ടതുണ്ട്. അങ്ങനെയാണ് ഗ്രാമത്തലവൻ്റെ നേതൃത്വത്തിൽ കുറച്ചുപേർ മൂന്നാറിലെ ബ്രിട്ടീഷ് എസ്റ്റേറ്റിലേക്ക് പോകുന്നത്. അവരുടെ ലക്ഷ്യം ഒരാൾ മാത്രമായിരുന്നു. എസ്റ്റേറ്റുകളിലെ കാവൽക്കാരനും പേരുകേട്ട നാടൻ വേട്ടക്കാരനുമായ വേലായുധൻ. കാട്ടിലെ മൃഗങ്ങളുടെ കാൽപ്പാടുകൾ നോക്കി
അവയുടെ പ്രായവും വലിപ്പവും വരെ പറയാൻ കഴിവുള്ള മനുഷ്യനാണ് അയാൾ. മൃഗങ്ങളെ വെറുതെ വേട്ടയാടുന്ന സ്വഭാവക്കാരനല്ല വേലായുധൻ. എന്നാൽ മനുഷ്യന്റെ ചോര കുടിച്ച ഒരു മൃഗത്തെ കാട്ടിൽ ജീവിക്കാൻ അനുവദിക്കുന്നത് വനത്തിന്റെ നിയമങ്ങൾക്ക് എതിരാണെന്ന് അയാൾ വിശ്വസിച്ചു. വേലായുധനെ പോലൊരാൾക്ക് മാത്രമേ ഈ ഭ്രാന്തൻ കരടിയെ തളക്കാൻ കഴിയൂ എന്ന് ഗ്രാമീണർക്ക് ഉറപ്പായിരുന്നു. അവരുടെ സങ്കടങ്ങൾ കേട്ട വേലായുധൻ തൻ്റെ പഴയ ഇരട്ടക്കുഴൽ തോക്കുമെടുത്ത് അവരോടൊപ്പം ആ അതിർത്തി ഗ്രാമത്തിലേക്ക് വരാൻ തയ്യാറായി. തണുത്ത് മരവിച്ച ആ രാത്രിയിൽ തന്നെ വ്യാമത്തിലെത്തിച്ചേർന്നു. പിറ്റേന്ന് വെളുപ്പിന് തന്നെ അയാൾ തൻ്റെ പണി തുടങ്ങി. ഗ്രാമീണരെ ആരെയും കൂടെ കൂട്ടാതെ തോക്കും പിടിച്ച് അയാൾ ഒറ്റയ്ക്ക് കണ്ണൻ കൊല്ലപ്പെട്ട അരുവിക്കരയിലേക്ക് നടന്നു. അവിടെ എത്തിയ വേലായുധൻ അവിടുത്തെ പാറകളിൽ പതിഞ്ഞ ചോരപ്പാടുകളും മണ്ണിലെ കാൽപ്പാടുകളും സൂക്ഷ്മമായി നിരീക്ഷിച്ചു. അകത്തേക്ക് വളർന്ന രീതിയിലുള്ള കൂർത്ത നഖങ്ങൾ മണ്ണിൽ ആഴ്ന്നിറങ്ങിയതിൻ്റെ പാടുകൾ നോക്കി അയാൾ ആ മൃഗത്തിൻ്റെ വലിപ്പം കണക്കുകൂട്ടി. കാളിയപ്പനെ കൊന്ന അതേ കരടി തന്നെയാണ് ഇതുമെന്ന് അയാൾക്ക് ഒറ്റനോട്ടത്തിൽ തന്നെ മനസ്സിലായി. പക്ഷേ ആ കാൽപ്പാടുകൾ പിന്തുടർന്ന് കുറച്ചു ദൂരം മുന്നോട്ട് നടന്ന വേലായുധൻ്റെ മുഖത്ത് വല്ലാത്തൊരു ഗൗരവം വന്നു നിറഞ്ഞു. മണ്ണിൽ പതിഞ്ഞ ആ കാൽപ്പാടുകളിൽ നിന്ന് ആ മൃഗത്തെക്കുറിച്ച് വളരെ ഭയപ്പെടുത്തുന്ന മറ്റൊരു സത്യം കൂടി അയാൾ തിരിച്ചറിഞ്ഞിരുന്നു. ഏത് വേട്ടക്കാരൻ്റെയും നെഞ്ചിരിപ്പ് കൂട്ടുന്ന ഒരു സത്യം. വേലായുധൻ ആ മണ്ണിലെ കാൽപ്പാടുകൾ സൂക്ഷ്മമായി പരിശോധിച്ചു. ഓരോ തവണ മുൻകാൽ മണ്ണിൽ പതിയുമ്പോഴും വലതുകാലിൻ്റെ നഖപ്പാടുകൾക്ക് മറ്റുള്ളവയേക്കാൾ ആഴം കൂടുതലുണ്ടായിരുന്നു. അയാൾ തൻ്റെ വിരലുകൾ കൊണ്ട് ആ മുദ്രകളുടെ ആഴം അളന്നു നോക്കി. അത് സാധാരണ കരടികളുടേതുപോലെയുള്ള പാടുകളായിരുന്നില്ല. ആ മൃഗത്തിൻ്റെ വലതു മുൻകാലിന് എന്തോ പരിക്കേറ്റിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന് ചെറിയൊരു വൈകല്യമുണ്ട്. കാൽ പൂർണ്ണമായി നിലത്തുറപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് അത് തൻ്റെ ഭാരം മുഴുവൻ വലതുകാലിലെ നഖങ്ങളിലേക്ക് കൊടുത്താണ് നടക്കുന്നത്. ഇതൊരു ചെറിയ കാര്യമല്ലെന്ന് വേലായുധന് അറിയാമായിരുന്നു. ശാരീരികമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള വന്യമൃഗങ്ങൾ അതിക്രൂരന്മാരായിരിക്കും. സ്വാഭാവികമായ ഇരകളെ വേട്ടയാടാൻ കഴിയാതെ വരുമ്പോൾ അവ ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്ന ഇരയായ മനുഷ്യനിലേക്ക് തിരിയും. വേദനയും ദേഷ്യവും അവയെ എപ്പോഴും അസ്വസ്ഥരാക്കും. ഈ കരടി മനുഷ്യരെ കണ്ടാൽ യാതൊരു പ്രകോപനവുമില്ലാതെ ആക്രമിക്കുന്നതിന് പിന്നിലെ കാരണം ആ പരിക്കാണെന്ന് വേലായുധന് മനസ്സിലായി. അത് വെറുമൊരു മൃഗമല്ല, വേദന കൊണ്ട് സമനില തെറ്റിയ ഒരു ഭ്രാന്തൻ കൊലയാളിയാണ്. കാൽപ്പാടുകൾ അരുവിക്കരയിൽ നിന്ന് നേരെ ചോളക്കാടിൻ്റെ ഏറ്റവും നിബിഡമായ ഭാഗത്തേക്കാണ് പോയിരിക്കുന്നത്. അവിടെ സൂര്യപ്രകാശം പോലും ശരിക്ക് എത്തി നോക്കാറില്ല. ഭീമാകാരമായ കരിമ്പാറക്കെട്ടുകളും വലിയ ഗുഹകളുമുള്ള പ്രദേശമാണത്. കരടികൾ സാധാരണയായി പകൽ സമയം വിശ്രമിക്കുന്നത് ഇത്തരം ഗുഹകളിലാണ്. വേലായുധൻ തൻ്റെ തോക്കിൽ 2 തിരട് നിറച്ചു. കാടിൻ്റെ ഇരുട്ടിലേക്ക് ഒറ്റയ്ക്ക് കയറിപ്പോകുന്നത് ആത്മഹത്യാപരമാണെന്ന് ഗ്രാമീണർ പറഞ്ഞിരുന്നു. പക്ഷേ ഇരയെ തേടി ഗ്രാമത്തിലേക്ക് വരുന്നതുവരെ കാത്തിരിക്കുന്നത് ശരിയല്ലെന്ന് അയാൾക്കറിയാമായിരുന്നു. അതിൻ്റെ മടയിൽ പോയി അതിനെ നേരിടണം. അയാൾ ഓരോ ചുവടും വളരെ സൂക്ഷിച്ചാണ് വെച്ചത്. ഉണങ്ങിയ ഒരു ഇല പോലും ഞെരിഞ്ഞ വരാതെ അയാൾ ആ വനത്തിലൂടെ മുന്നോട്ട് നീങ്ങി. കാറ്റ് വീശുന്ന ദിശ അയാൾ പ്രത്യേകം ശ്രദ്ധിച്ചു. കരടികൾക്ക് കാഴ്ചശക്തി വളരെ കുറവാണ്, പക്ഷേ അവയുടെ ഘ്രാണശക്തി മനുഷ്യരുടേതിനേക്കാൾ 100 മടങ്ങ് കൂടുതലാണ്. കാറ്റ് തൻ്റെ പിന്നിൽ നിന്നാണ് വീശുന്നതെങ്കിൽ കിലോമീറ്ററുകൾക്ക് അപ്പുറത്തു നിന്ന് തന്നെ കരടിക്ക് തൻ്റെ മണം പിടിക്കാൻ കഴിയും. അതുകൊണ്ട് കാറ്റിനെതിരെയാണ് വേലായുധൻ നടന്നിരുന്നത്. തൻ്റെ സാന്നിധ്യം കരടി അറിയാതിരിക്കാൻ അയാൾ പരമാവധി ശ്രദ്ധിച്ചു. കുറേയേറെ ദൂരം പിന്നിട്ടപ്പോൾ വലിയൊരു പപാറക്കെട്ടിന് താഴെ അയാൾ എത്തിച്ചേർന്നു. അവിടെയുള്ള മരങ്ങളിൽ ഭയാനകമായ ചില അടയാളങ്ങൾ അയാൾ കണ്ടു. കൂറ്റൻ മരങ്ങളുടെ തൊലി പൂർണ്ണമായും മാന്തിപ്പൊളിച്ചിരിക്കുന്നു. നിലത്ത് നിന്ന് 5-6 അടി ഉയരത്തിലാണ് ആ നഖപ്പാടുകൾ ഉള്ളത്. കരടി തൻ്റെ അതിർത്തി അടയാളപ്പെടുത്തുന്ന രീതിയാണിത്. ആ നഖപ്പാടുകളുടെ വലിപ്പം കണ്ടപ്പോൾ തന്നെ ആ രാക്ഷസന്റെ യഥാർത്ഥ രൂപം വേലായുധൻ്റെ മനസ്സിൽ തെളിഞ്ഞു. ഇതൊരു സാധാരണ തേൻകരടിയല്ല, സാധാരണയിലും വളരെ വലിയ വലിപ്പമുള്ള ഒരു അസാധാരണ ജീവിയാണ്. പാറക്കെട്ടുകൾക്കിടയിലൂടെയുള്ള ചെറിയൊരു ഇടവഴിയിലൂടെ അയാൾ മുകളിലേക്ക് കയറി. അവിടെ കുറച്ചകലെയായി ഇരുണ്ട ഒരു ഗുഹാമുഖം അയാൾ കണ്ടു. ഗുഹയുടെ പരിസരത്ത് വല്ലാത്തൊരു ദുർഗന്ധം തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അത് കാട്ടുമൃഗങ്ങളുടെയും ചീഞ്ഞ മാംസത്തിൻ്റെയും മണമായിരുന്നു. ആ കൊലയാളി അവിടെ തന്നെയുണ്ടെന്ന് വേലായുധൻ ഉറപ്പായി.
അയാൾ തൻ്റെ തോക്കിൻ്റെ കാഞ്ചിയിൽ വിരലമർത്തി പതുക്കെ അപതുക്കെ ആ ഗുഹാമുഖത്തേക്ക് നടന്നു. ചുറ്റും കനത്ത നിശബ്ദത. തൻ്റെ ശ്വാസത്തിൻ്റെ ശബ്ദം പോലും അയാൾക്ക് വലിയ ബഹളമായി തോന്നി. ഗുഹയുടെ വളരെ അടുത്തെത്തിയതും കാറ്റിൻ്റെ ദിശ പെട്ടെന്നൊന്നു മാറി. വേലായുധൻ്റെ ഗന്ധം നേരെ ആ ഗുഹയുടെ ഉള്ളിലേക്ക് അടിച്ചു കയറി. അടുത്ത നിമിഷം ആ ഗുഹയുടെ ഇരുട്ടിൽ നിന്ന് കാടിനെ ആകെ വിറപ്പിക്കുന്ന ഒരു ഗർജനം പുറത്തു വന്നു. ഭൂമി കുലുങ്ങുന്നത് പോലുള്ള ആ ശബ്ദം കേട്ട് ഒരു നിമിഷം വേലായുധൻ പോലും ഒന്ന് നടുങ്ങിപ്പോയി. ഇരയെ കാത്തിരിക്കുന്ന ഒരു മൃഗത്തിൻ്റെ ശബ്ദമായിരുന്നില്ല അത്. മറിച്ച് തൻ്റെ മടയിൽ അതിക്രമിച്ചു കയറിയവനോടുള്ള വല്ലാത്തൊരു ക്രോധമായിരുന്നു ആ ശബ്ദത്തിൽ. ഗുഹയുടെ ഇരുട്ടിൽ നിന്നും ആ ഭീകരരൂപം പതുക്കെ പുറത്തേക്ക് വരുന്നത് വേലായുധൻ കണ്ടു. ജീവനും മരണത്തിനുമിടയിലുള്ള പോരാട്ടം അവിടെ തുടങ്ങുകയായിരുന്നു. ഗുഹയുടെ ഇരുട്ടിൽ നിന്നും ആ ഭീകരരൂപം പതുക്കെ പുറത്തേക്ക് വരുന്നത് വേലായുധൻ കണ്ടു. അവൻ കണക്ക് കൂട്ടിയതിലും വളരെ വലുതായിരുന്നു ആ രാക്ഷസൻ. തലയിലെ പരുക്കൻ കറുത്ത രോമങ്ങൾക്കിടയിലൂടെ തിളമുന്ന ആ ചെറിയ മഞ്ഞക്കണ്ണുകൾ നേരെ വേലായുധനെയാണ് ഉറ്റുനോക്കിയിരുന്നത്. അതിൻ്റെ വലതു മുൻകാലിൽ ഒരു പഴയ മുറിവിൻ്റെ പാടുണ്ടായിരുന്നു. അതാണ് അതിനെ ഇത്ര ക്രൂരനാക്കിയതെന്ന് വേലായുധന് മനസ്സിലായി. ആ കൂറ്റൻ പാറക്കെട്ടുകൾക്കിടയിൽ വെച്ച് അതിനെ നേരിടുക എന്നത് വലിയൊരു അബദ്ധമാണെന്ന് വേലായുധൻ്റെ ഉള്ളിലെ വേട്ടക്കാരൻ അവന് മുന്നറിയിപ്പ് നൽകി. കരടി പെട്ടെന്ന് പിൻകാലുകളിൽ എഴുന്നേറ്റ് നിന്നു. ഏകദേശം 8 അടിയോളം ഉയരമുണ്ടായിരുന്നു അതിന്. വായ തുറന്ന് കാടിനെയാകെ നടുക്കുന്ന ഒരു ഗർജനം അത് പുറപ്പെടുവിച്ചു. സാധാരണഗതിയിൽ വേലായുധൻ ആ സമയം കൊണ്ട് വെടിവെക്കേണ്ടതായിരുന്നു. പക്ഷേ ആ ഗുഹാമുഖത്തെ ഇടുങ്ങിയ സ്ഥലത്ത് വെച്ച് ആദ്യത്തെ വെടി ലക്ഷ്യം തെറ്റിയാൽ രണ്ടാമതൊരു വെടിവെക്കാൻ അത് സമയം തരില്ല. അതിൻ്റെ നീളൻ നഖങ്ങൾ ഒറ്റ വീശലിന് വേലായുധൻ്റെ ജീവനെടുക്കും. വെടിവെക്കാൻ തക്കവണ്ണം വ്യക്തമായൊരു ലക്ഷ്യം കിട്ടുന്നതുവരെ അയാൾ കാത്തിരുന്നു. പെട്ടെന്ന് അത് മുൻകാലുകൾ താഴെകുത്തി വേലായുധന് നേരെ കുതിച്ചു. നേരെ ഓടി വരുന്നതിന് പകരം പാറക്കെട്ടുകൾക്കിടയിലൂടെ വളഞ്ഞു പുളഞ്ഞാണ് അത് വന്നിരുന്നത്. അതിൻ്റെ ആ വേഗത വേലായുധനെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. തോക്കിൻ കുഴലിലൂടെ കൃത്യമായൊരു ലക്ഷ്യം പിടിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. തൊട്ടു മുന്നിലെ പാറയ്ക്ക് മുകളിലേക്ക് അത് ചാടിക്കയറിയതും വേലായുധൻ പെട്ടെന്ന് പിന്നിലേക്ക് മാറി. അവൻ നിന്ന സ്ഥലത്തേക്ക് ആ കരടിയുടെ മുൻകാലുകൾ വലിയ ശബ്ദത്തോടെ പതിച്ചു. കരിങ്കല്ലിൽ നഖങ്ങൾ ഉരസി തീപ്പൊരി ചിതറുന്നതുപോലെ വേലായുധന് തോന്നി. ആദ്യത്തെ ആക്രമണം പാളിയതോടെ കരടി വീണ്ടും തിരിഞ്ഞ് വേലായുധനെ ലക്ഷ്യം വെച്ചു. ഇത്തവണ അയാൾ ഒട്ടും വൈകിയില്ല. തോക്ക് നേരെ അതിൻ്റെ നെഞ്ച് ലക്ഷ്യമാക്കി അയാൾ കാഞ്ചി വലിച്ചു. കാടിനെ വിറപ്പിച്ചുകൊണ്ട് വലിയൊരു വെടിയൊച്ച അവിടെ മുഴങ്ങി. എന്നാൽ ആ വെടിയുണ്ട അതിൻ്റെ നെഞ്ചിൽ തറയ്ക്കുന്നതിന് പകരം അതിൻ്റെ വലതു തോളിൻ്റെ ഒരു ഭാഗം ഉരുസി കടന്നു പോവുകയാണ് ചെയ്തത്. വേദന കൊണ്ട് ആ രാക്ഷസൻ ഉച്ചത്തിൽ അലറി. ആ അലർച്ചയിൽ അതിൻ്റെ ക്രോധം 10 മടങ്ങ് വർദ്ധിച്ചിരുന്നു. ചോരയുടെ മണം ആ പ്രദേശത്താകെ പരന്നു. പരിക്കേറ്റ മൃഗം കൂടുതൽ അപകടകാരിയാണ്. അത് വീണ്ടും വേലായുധൻ്റെ മേലേക്ക് പാഞ്ഞെടുത്തു. തൻ്റെ കയ്യിലുള്ളത് ഇരട്ടക്കുഴൽ തോക്കാണെന്നും ഇനി ഒരൊറ്റ വെടിയുണ്ട മാത്രമേ ബാക്കിയുള്ളൂ എന്നും അയാൾക്കറിയാമായിരുന്നു. ഈ ഇടുങ്ങിയ പാറക്കെട്ടുകൾക്കിടയിൽ വെച്ച് ആ അവസാന വെടിയുണ്ട കൂടി പാഴായാൽ തൻ്റെ മരണം ഉറപ്പാണ്. പെട്ടെന്നുള്ളൊരു ബുദ്ധിയിൽ അയാൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന തോലിൻ്റെ സഞ്ചിയെടുത്ത് കരടിയുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു. ഒരു നിമിഷം ആ സഞ്ചിയിൽ കടിച്ചു പിടിച്ച് കരടിയൊന്നു നിന്നു. ആ ഒരൊറ്റ നിമിഷം കൊണ്ട് വേലായുധൻ ആ പാറക്കെട്ടുകൾക്കിടയിലൂടെ താഴേക്ക് ഓടിയിറങ്ങി. അയാൾക്ക് പിന്നാലെ കരടിയുടെ ഭയാനകമായ അലർച്ച കേൾക്കാമായിരുന്നു. എന്നാൽ കുത്തനെയുള്ള ആ കരിമ്പാറക്കെട്ടുകളിലൂടെ വേഗത്തിലിറങ്ങാൻ പരിക്കേറ്റ ആ കരടിക്ക് കഴിഞ്ഞില്ല. കുറച്ചു ദൂരം താഴെയെത്തിയ വേലായുധൻ ഒരു വലിയ മരത്തിന് പിന്നിലായി ഒളിച്ചു നിന്നു. അയാളുടെ നെഞ്ചിടിപ്പ് വല്ലാതെ കൂടിയിരുന്നു. കാടിൻ്റെ ഓരോ മിടിപ്പും അറിയാവുന്ന തനിക്ക് പോലും ഇന്ന് തെറ്റുപറ്റിയിരിക്കുന്നു. ആ ഭ്രാന്തൻ കരടിയെ അതിന് മടയിൽ വെച്ച് നേരിടുക എന്നത് അസാധ്യമാണ്. അതിനെ ഈ പാറക്കെട്ടുകളിൽ നിന്നും താഴേക്ക് കാടിൻ്റെ കുറച്ചുകൂടി തുറസായ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരണം. അങ്ങനെയെങ്കിൽ മാത്രമേ തനിക്ക് കൃത്യമായി വെടിവെക്കാൻ കഴിയൂ എന്നയാൾ മനസ്സിലാക്കി. ഇതിനായി ഒരു പുതിയ തന്ത്രം മെനയേണ്ടതുണ്ട്. മനുഷ്യൻ്റെ ഗന്ധം തിരിച്ചറിഞ്ഞാൽ അത് എവിടം വരെയും പാഞ്ഞു വരും. താൻ തന്നെ അതിനൊരു ഇരയായി മാറണം. അതിനെ കാടിൻ്റെ താഴെത്തട്ടിലേക്ക് ആകർഷിക്കാൻ വേലായുധൻ പുതിയൊരു പദ്ധതി തയ്യാറാക്കി. സൂര്യൻ പതുക്കെ അസ്തമിക്കാൻ തുടങ്ങിയിരുന്നു.
ചോലക്കാടുകളിലേക്ക് കനത്ത ഇരുട്ടും കോടമഞ്ഞും ഇറങ്ങിത്തുടങ്ങി. വേലായുധന്റെ യഥാർത്ഥ വേട്ട ഇനി തുടങ്ങാൻ പോകുന്നതേയുള്ളൂ. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞിരുന്നു. ചോലക്കാടുകളിലേക്ക് കനത്ത കോടമഞ്ഞ് ഒരു പുതുപ്പ് പോലെ പടർന്നിറങ്ങി. പകൽ സമയത്ത് പോലും ഭയം തോന്നുന്ന ആ കാട് ഇരുട്ട് വീണതോടെ ഒരു യഥാർത്ഥ പ്രേതാലയമായി മാറി. മരച്ചില്ലകളിൽ തട്ടിവീശുന്ന കാറ്റിന് വല്ലാത്തൊരു മൂളലുണ്ടായിരുന്നു. വേലായുധൻ പാറക്കെട്ടുകളിൽ നിന്നും വളരെ താഴെ കാടിൻ്റെ അല്പം തുറസായ ഒരു ഭാഗത്ത് എത്തിച്ചേർന്നു. ചുറ്റും കൂറ്റൻ മരങ്ങൾ നിൽക്കുന്ന ഒരു ചെറിയ മൈതാനം പോലെയുള്ള സ്ഥലം. തൻ്റെ അവസാനത്തെ പോരാട്ടത്തിനായി അയാൾ ആ സ്ഥലം തിരഞ്ഞെടുത്തു. കയ്യിലുള്ള ഇരട്ടക്കുഴൽ തോക്കിൽ ഇനി ഒരൊറ്റ വെടിയുണ്ട മാത്രമേ ബാക്കിയുള്ളൂ. ലക്ഷ്യം പഴിച്ചാൽ പിന്നെ തോക്ക് വെറുമൊരു ഇരുമ്പ് തണ്ട് മാത്രമാണ്. ആ വലിയ മൃഗത്തെ ഈ തുറസായ സ്ഥലത്തേക്ക് എത്തിക്കണം. അതിനായി തണ്ട് തന്നെ ഗന്ധം അതിന് നൽകാൻ വേലായുധൻ തീരുമാനിച്ചു. വിയർപ്പും മണ്ണും പുരണ്ട തൻ്റെ മേൽമുണ്ട് അയാൾ ഊരിയെടുത്തു. അതിൽ തൻ്റെ ശരീരത്തിലെ ചൂടുള്ള ഗന്ധം ധാരാളമായി ഉണ്ടായിരുന്നു. ആ മൈതാനത്തിൻ്റെ നടുവിലുള്ള ഒരു ചെറിയ ഉണക്കമരത്തിൻ്റെ കുറ്റിയിൽ അയാൾ ആ മുണ്ട് കെട്ടിവെച്ചു. കാട്ടി വീശുന്ന ദിശ അയാൾ കൃത്യമായി മനസ്സിലാക്കിയിരുന്നു. തൻ്റെ ഗന്ധം ആ മുണ്ടിൽ നിന്നും കാറ്റിലൂടെ നേരെ മുകളിലുള്ള പാറക്കെട്ടുകളിലേക്ക് ആ കരടിയുടെ അടുത്തേക്ക് എത്തും. അയാൾ ആ മുണ്ട് കെട്ടിവെച്ച സ്ഥലത്തു നിന്നും ഏകദേശം 20 അടി മാറി വലിയൊരു പേരാൽ മരത്തിൻ്റെ ഇരുട്ടിലേക്ക് മാറി നിന്നു. മരത്തിന് മുകളിൽ കയറാൻ അയാൾ ശ്രമിച്ചില്ല. കാരണം ഈ ഇരുട്ടിൽ മുകളിൽ നിന്നും താഴേക്ക് കൃത്യമായി വെടിവെക്കുക ബുദ്ധിമുട്ടാണ്. മാത്രമല്ല, കരടികൾ അതിവേഗം മരം കയറാൻ കഴിവുള്ളവരാണ്. നിലത്തുനിന്ന് തന്നെ അതിനെതിരെ നേരിടണം. സമയമിഴഞ്ഞു നീങ്ങി. കാട്ടിലെ ചീവീടുകളുടെ ശബ്ദം കാതടപ്പിക്കുന്ന രീതിയിൽ ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നു. തണുപ്പ് അസ്ഥികളിലേക്ക് തുളച്ചു കയറാൻ തുടങ്ങി. പക്ഷെ വേലായുധന് ശ്രദ്ധ മുഴുവൻ തൻ്റെ മുന്നിലെ ആ ചെറിയ മൈതാനത്തിലേക്കായിരുന്നു. മരങ്ങൾക്ക് മുകളിലൂടെ അരിച്ചെത്തുന്ന മങ്ങിയ നിലാവെളിച്ചത്തിൽ ആ ഉണക്ക മരക്കുട്ടിയും അതിൽ കെട്ടിവെച്ച മേൽമുണ്ടും അവൻ അവ്യക്തമായി കാണാമായിരുന്നു. ഓരോ നിമിഷവും ഒരു യുഗം പോലെയാണ് അവന് തോന്നിയത്. തൻ്റെ നെഞ്ചിരിപ്പിൻ്റെ ശബ്ദം ആ കരടി കേൾക്കുമോ എന്ന് പോലും അയാൾ ഭയന്നു. പെട്ടെന്ന് കാട്ടിലെ ചീവീടുകളുടെ ശബ്ദം ഒന്നാകെ നിരച്ചു. കടുത്ത നിശബ്ദത കാടിനെ പൊതിഞ്ഞു. എന്തോ വലിയൊരു അപകടം വരുന്നുണ്ടെന്ന് പ്രകൃതി തന്നെ മുന്നറിയിപ്പ് നൽകുന്നത് പോലെ. വേലായുധൻ തൻ്റെ ശ്വാസം അടക്കിപ്പിടിച്ചു. തോക്കിൻ്റെ കാഞ്ചിയിൽ അയാളുടെ വിരലുകൾ ഒന്നുകൂടി മുറുകി. അതാ ദൂരെ കുട്ടിക്കാടുകൾക്കിടയിൽ നിന്നും ഉണങ്ങിയ ഇലകൾ ഞെരിഞ്ഞമരുന്ന ശബ്ദം കേൾക്കാം. അത് പതുക്കെയുള്ള കാൽവെപ്പുകളായിരുന്നില്ല. കനത്ത ഭാരമുള്ള എന്തോ ഒന്ന് ചവിട്ടി മെതിച്ചു വരുന്നത് പോലെയുള്ള ശബ്ദം. ആ ഇരുട്ടിലേക്ക് വേലായുധൻ കണ്ണുകൾ കൂർപ്പിച്ചു നോക്കി. കുറ്റിക്കാടുകൾ വകഞ്ഞു മാറ്റി ആ വലിയ കറുത്ത രൂപം മൈതാനത്തിൻ്റെ അതിർത്തിയിലേക്ക് വന്നു നിന്നു. മുൻപ് പാറക്കെട്ടുകൾക്കിടയിൽ വെച്ച് കണ്ടതിനേക്കാൾ ഭീകരമായിരുന്നു ആ കാഴ്ച. അതിൻ്റെ തോൾഭാഗത്ത് വേലായുധൻ്റെ വെടിയുണ്ട ഉരസിപ്പോയതിൻ്റെ വലിയൊരു മുറിവുണ്ടായിരുന്നു. അതിൽ നിന്നും രക്തം ഒലിച്ചിറങ്ങുന്നുണ്ട്. വേദനയും ദേഷ്യവും കാരണം അത് വല്ലാതെ കിതയ്ക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഓരോ ശ്വാസവും ദൂരേക്ക് വരെ കേൾക്കാമായിരുന്നു. കാറ്റിൽ ഒഴുകിയെത്തിയ മനുഷ്യൻ്റെ ഗന്ധം അത് കൃത്യമായി തിരിച്ചറിഞ്ഞു. മൈതാനത്തിന് നടുവിൽ കെട്ടിവെച്ചിരിക്കുന്ന ആ മേൽമുണ്ടിലേക്കാണ് അത് നോക്കുന്നത്. അതാണ് തൻ്റെ ശത്രു എന്ന ചിന്തയിൽ അത് പല്ലുകൾ ഞെരിച്ചു. വായിൽ നിന്നും നുരയും പതയും താഴേക്ക് വീഴുന്നുണ്ടായിരുന്നു. ഒരു നിമിഷം അവിടെ നിന്ന ശേഷം യാതൊരു ശബ്ദവും ഉണ്ടാക്കാതെ അത് പതുക്കെ ആ മുണ്ടിന് നേരെ നടക്കാൻ തുടങ്ങി. വേലായുധൻ തൻ്റെ തോക്ക് അതിനു നേരെ ലക്ഷ്യം വെച്ചു. വെറും ഒറ്റ വെടിയുണ്ട. ജീവനും മരണത്തിനുമിടയിലുള്ള ആ നിമിഷം വന്നെത്തിയിരിക്കുന്നു. കരടി വളരെ സാവധാനത്തിലാണ് ആ മുണ്ടിന് നേരെ നടന്നെടുത്തത്. ഓരോ കാൽവെപ്പിലും അതിൻ്റെ വലതുകാലിലെ പരിക്കിൻ്റെ വേദന കാരണം അത് ചെറുതായി ഒന്ന് ഞൊണ്ടുന്നുണ്ടായിരുന്നു. ആ ഇടുങ്ങിയ മൈതാനത്തിൽ മങ്ങിയ നിലാവെളിച്ചത്തിൽ അതൊരു യഥാർത്ഥ രാക്ഷസനെ പോലെ തോന്നി. മുണ്ടിൻ്റെ തൊട്ടടുത്തെത്തിയതും അത് പെട്ടെന്ന് നിന്നു. തൻ്റെ ഘ്രാണശക്തി ഉപയോഗിച്ച് അത് ആ ഗന്ധം ആഴത്തിൽ ശ്വസിച്ചു. പെട്ടെന്നാണ് അതിന് കാര്യം മനസ്സിലായത്. അതൊരു മനുഷ്യനല്ല, വെറുമൊരു തുണിക്കഷ്ണം മാത്രമാണ്. തന്നെ ആരോ കബളിപ്പിച്ചിരിക്കുന്നു എന്ന സത്യം ആ മൃഗം തിരിച്ചറിഞ്ഞു. ദേഷ്യം കൊണ്ട് അതിന് സമനില തെറ്റി. പിൻകാറുകളിൽ എഴുന്നേറ്റ് നിന്ന അത് തൻ്റെ കൂർത്തു നഖങ്ങൾ കൊണ്ട് ആ മുണ്ടും അത് കെട്ടിവെച്ചിരുന്ന ഉണക്ക മരക്കുറ്റിയും ഒറ്റയടിക്ക് അടിച്ചു തകർത്തു.
മരക്കുറ്റി രണ്ടായി ഒടിഞ്ഞു വീണു. എന്നിട്ട് വായ തുറന്ന് ഭയാനകമായൊരു അലർച്ച അത് പുറപ്പെടുവിച്ചു. ആ അലർച്ചയിൽ കാട് മുഴുവൻ വിറകൊണ്ടു. വേലായുധൻ ഒരു നിമിഷം ശ്വാസമടക്കി പിടിച്ചു. അത് തൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞാൽ ഈ ഇരുട്ടിൽ തനിക്ക് യാതൊരു രക്ഷയുമുണ്ടാകില്ല. തോക്കിൻ്റെ കാഞ്ചിയിലെ വിരലുകൾ വിയർക്കാൻ തുടങ്ങി. മുഴുവൻ ദേഷ്യവും ആ മരക്കുറ്റിയോട് തീർത്ത ശേഷം അത് 4 കാലിൽ തന്നെ നിലം പറ്റി നിന്നു. കാറ്റിൽ വരുന്ന യഥാർത്ഥ ഗന്ധം എവിടെ നിന്നാണെന്ന് അത് വീണ്ടും മണത്തു നോക്കി. പെട്ടെന്നാണ് കാറ്റിൻ്റെ ദിശ വീണ്ടും വേലായുധന് പ്രതികൂലമായത്. വേലായുധൻ നിന്നിരുന്ന പേരാൽ മരത്തിൻ്റെ ദിശയിൽ നിന്നും കാറ്റ് നേരെ കരടിയുടെ മുഖത്തേക്കടിച്ചു. ഒരു നിമിഷം അതവിടെ നിശ്ചലമായി നിന്നു. എന്നിട്ട് പതുക്കെ അതിൻ്റെ വലിയ തല വേലായുധൻ നിൽക്കുന്ന മരത്തിൻ്റെ ഇരുട്ടിലേക്ക് തിരിച്ചു. ആ ഇരുട്ടിലും അതിൻ്റെ മഞ്ഞ കണ്ണുകൾ തിളങ്ങുന്നത് വേലായുധൻ വ്യക്തമായി കണ്ടു. അത് തന്നെ കണ്ടുപിടിച്ചിരിക്കുന്നു. ഇനി ഒളിച്ചു നിൽക്കുന്നതിൽ അർത്ഥമില്ല. വേലായുധൻ തോക്കിൻ്റെ കുഴൽ അതിന് നെഞ്ചിന് നേരെ കൃത്യമായി ഉറപ്പിച്ചു വെച്ചു. ഇത്തവണ ലക്ഷ്യം തെറ്റരുത്. 20 അടി ദൂരം. വെടിവെക്കാൻ അത് നല്ലൊരു ദൂരമാണ്. പക്ഷേ വെടിവെക്കുന്നതിന് മുമ്പ് ആ കരടി എങ്ങോട്ടെങ്കിലും പെട്ടെന്ന് മാറിയാൽ അത് പാഴാകും. അതുകൊണ്ട് അത് തണ്ട് നേരെ ഓടി വരുമ്പോൾ ഏറ്റവും അടുത്തെത്തുമ്പോൾ മാത്രം വെടിവെക്കുക എന്നതായിരുന്നു വേലായുധൻ്റെ തീരുമാനം. കരടി ഒരു നിമിഷം പോലും എടുത്തില്ല. തന്നെ പറ്റിച്ചവനോടുള്ള മുഴുവൻ പകയുമെടുത്ത് ഒരു കാട്ടുപോത്തിനെ പോലെ അത് വേലായുധന് നേരെ കുതിച്ചു പാഞ്ഞു. അതിൻ്റെ വേഗത അപാരമായിരുന്നു. 20 അടി ദൂരം വെറും സെക്കൻഡുകൾക്കുള്ളിൽ അത് പിന്നിട്ടു. 15 അടി, 10 അടി. വേലായുധൻ്റെ നെഞ്ചിടിപ്പ് നിലച്ചു പോയതുപോലെ. 8 അടി ദൂരത്തിലെത്തിയതും അത് വീണ്ടും അതിൻ്റെ ഭയാനകമായ രൂപം പുറത്തെടുത്തു. പിൻകാലുകളിൽ എഴുന്നേറ്റ് കൈകൾ വിരിച്ച് അലറിക്കൊണ്ട് അത് വേലായുധൻ്റെ മേലേക്ക് ചാടാനൊരുങ്ങി. അതിൻ്റെ വായിൽ നിന്നും ചോര കളർന്ന ഉമിനീർ തെറിക്കുന്നത് വേലായുധൻ്റെ ദേഹത്ത് വീഴുന്നുണ്ടായിരുന്നു. മരണത്തിന് തൊട്ടു മുൻപുള്ള ആ നിമിഷം വേലായുധൻ ഒട്ടും പതറാതെ തൻ്റെ തോക്കിൻ്റെ കുഴൽ അതിൻ്റെ നെഞ്ചിൻ്റെ കൃത്യം മധ്യഭാഗത്തേക്ക് ചൂണ്ടി. തൻ്റെ സർവ്വശക്തിയുമെടുത്ത് അയാൾ കാഞ്ചി വലിച്ചു. കാടിൻ്റെ ഇരുട്ടിനെ പിളർന്നുകൊണ്ട് ഒരു തീപ്പൊരിയോടെ ആ അവസാന വെടിയുണ്ട തോക്കിൽ നിന്നും പുറത്തു ചാടി. ഭയങ്കരമായൊരു സ്ഫോടന ശബ്ദം. വെടിയുണ്ട അതിൻ്റെ നെഞ്ച് തുളച്ചു കയറുന്ന ശബ്ദം വേലായുധന് വ്യക്തമായി കേൾക്കാമായിരുന്നു. ആഘാതത്തിൽ തോക്കിൻ്റെ പിന്നത്തെ മിടിച്ച് വേലായുധൻ മരത്തിലേക്ക് ചാരിപ്പോയി. വെടിപ്പുകയിൽ ഒരു നിമിഷം കാഴ്ച മറഞ്ഞു. അടുത്ത നിമിഷം അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നറിയാതെ വേലായുധൻ കണ്ണുകൾ ഇറുകെ അടച്ചു. വെടിപ്പുക ആ മൈതാനത്ത് ഒരു കോട മഞ്ചു പോലെ തങ്ങി നിന്നു. കാതടപ്പിക്കുന്ന ആ സ്ഫോടനത്തിൻ്റെ പ്രതിധ്വനി ചോലക്കാടുകളിലെ പാറക്കെട്ടുകളിൽ തട്ടിച്ചിതറി. കണ്ണുകൾ ഇറുതി അടച്ചു നിന്ന വേലായുധൻ പതുക്കെ കണ്ണുകൾ തുറന്നു. തൻ്റെ മുന്നിലെ ആ കാഴ്ച കണ്ട് അയാൾ ശ്വാസം വിടാൻ പോലും മറന്നുപോയി. നെഞ്ചിൽ കൃത്യമായി വെടിയേറ്റിട്ടും അതിൻ്റെ കുതിപ്പിൻ്റെ വേഗത കാരണം ആ കൂറ്റൻ ശരീരം വായുവിൽ തെറിച്ച് വേലായുധൻ്റെ കാൽ കീഴിലേക്ക് തന്നെയാണ് വന്നു വീണത്. ഒരു വലിയ മരം കടപുടകി വീഴുന്നത് പോലെയുള്ള ശബ്ദത്തോടെ ആ രാക്ഷസൻ മണ്ണിലേക്ക് പതിച്ചു. അതിൻ്റെ കൂർത്ത നഖങ്ങൾ വേലായുധൻ്റെ കാലുകളിൽ നിന്നും വെറും 1 ഇഞ്ച് മാത്രം അകലെയായിരുന്നു കിടന്നിരുന്നത്. ചോരയുടെയും കരിഞ്ഞ വെടിമരുന്നിൻ്റെയും രൂക്ഷഗന്ധം ആ പ്രദേശത്താകെ പരന്നു. ആ വലിയ ശരീരം മണ്ണിൽ കിടന്ന് ഭയാനകമായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. ജീവൻ പോകുന്നതിന് മുൻപുള്ള അവസാനത്തെ പിടച്ചിൽ. ശ്വാസമെടുക്കാൻ അത് വല്ലാതെ പാടുപെട്ടു. നെഞ്ചിൽ നിന്നും രക്തം പതഞ്ഞൊരുകിക്കൊണ്ടിരുന്നു. വേലായുധൻ അനങ്ങാതെ ആ മരത്തോട് ചേർന്ന് തന്നെ നിന്നു. പെട്ടെന്നൊരു നിമിഷം അത് തലയുയർത്തി വേലായുധനെ ഒന്ന് നോക്കി. പക്ഷേ ആ നോട്ടത്തിൽ പഴയ ക്രോധമുണ്ടായിരുന്നില്ല. ആ മഞ്ഞക്കണ്ണുകളിലെ തിളക്കം പതുക്കെ മങ്ങിത്തുടങ്ങിയിരുന്നു. കുറച്ചു നിമിഷങ്ങൾക്കുള്ളിൽ ആ വലിയ ശരീരം പൂർണ്ണമായും നിശ്ചലമായി. കാളിയപ്പൻ്റെയും കണ്ണൻ്റെയും ജീവനെടുത്ത ആ ഗ്രാമത്തിൻ്റെ മുഴുവൻ ഉറക്കം കെടുത്തിയ ചോലക്കാടുകളിലെ ആ ഭ്രാന്തൻ കൊലയാളി എന്നേക്കുമായി ഒടുങ്ങിയിരിക്കുന്നു. തൻ്റെ കയ്യിലിരുന്ന് ചൂടുള്ള തോക്ക് വേലായുധൻ താഴെയിട്ടു. തോളിലെ മുറിവിൽ നിന്നും അപ്പോഴും ചോര പൊടിയുന്നുണ്ടായിരുന്നു. വല്ലാത്തൊരു തളർച്ചയോടെ അയാൾ ആ വലിയ പേരാൽ മരത്തിൻ്റെ ചുവട്ടിലേക്ക് ഊർന്നിരുന്നു. തൻ്റെ മുന്നിൽ മലർന്നടിച്ചു കിടക്കുന്ന ആ ഭീകരരൂപത്തെ നോക്കി അയാൾ ആ രാത്രി മുഴുവൻ അവിടെ തന്നെ ഇരുന്നു. രാത്രിയുടെ യാമങ്ങൾ കടന്നുപോയി.
ചോരക്കാടുകൾക്ക് മുകളിലൂടെ പതുക്കെ സൂര്യൻ ഉദിച്ചു. പ്രഭാതത്തിലെ തണുത്ത കാറ്റിന് ഇപ്പോൾ മരണത്തിൻ്റെ ഗന്ധമുണ്ടായിരുന്നില്ല. തലേ ദിവസം രാത്രിയിലെ വെടിയൊച്ച കേട്ട് ഭയന്നിരുന്ന ഗ്രാമീണർ നേരം വെളുത്തതോടെ തീപ്പന്തങ്ങളും വടികളുമായി കാട്ടിലേക്ക് തിരച്ചിലിനിറങ്ങി. രക്തം തളം കെട്ടി നിൽക്കുന്ന ആ മൈതാനത്തേക്കെത്തിയ അവർ ആ കാഴ്ച കണ്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. ചോരയിൽ കുളിച്ചുകിടക്കുന്ന ആ ഭീമാകാരനായ കരടിയും അതിനടുത്ത് തളർന്നിരിക്കുന്ന വേലായുധനും. ഗ്രാമത്തലവനും കൂട്ടരും ഓടിച്ചെന്ന് വേലായുധനെ താങ്ങി എഴുന്നേൽപ്പിച്ചു. ആരുമൊന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. മരണത്തിൻ്റെ വക്കിൽ നിന്നും തങ്ങളെ രക്ഷിച്ച ആ നാടൻ വേട്ടക്കാരനെ അവർ കൈകൂപ്പി തൊഴുതു. ആ കരടിയുടെ വലിപ്പവും അതിൻ്റെ നഖങ്ങളും കണ്ടപ്പോൾ കണ്ടു തന്നെ ഗ്രാമീണർക്ക് അതിൻ്റെ ഭീകരത മനസ്സിലായിരുന്നു. വേലായുധൻ തൻ്റെ തോക്കുമെടുത്ത് ഗ്രാമീണർക്കൊപ്പം പതുക്കെ നടന്നു നീങ്ങി. മറയൂരിലെ ചോലക്കാടുകളിൽ ഇനി ആർക്കും ഭയമില്ലാതെ നടക്കാം. കാട് അതിൻ്റെ പഴയ സമാധാനത്തിലേക്ക് തിരികെ പോവുകയായിരുന്നു. ഈ കഥ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീഡിയോ കണ്ടതിൽ സന്തോഷം. SVTVയിലെ ഇത്തരം കഥകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. പുതിയൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം.